ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പ്രവേശിക്കാം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 24-ഉം 25-ഉം തിരുവചനം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ എങ്ങനെ കഴിയുമെന്നും നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണയായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്ത് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. പ്രിയമുള്ളവരെ, ഈ വചനഭാഗം നൽകുന്ന ഒരു വലിയ ചിന്ത പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് അനുദിന ജീവിതത്തിൽ നമുക്ക് കഴിയണം. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഒരു ആഗ്രഹമാണ്, ഒരു വികാരമാണ്. കാരണം മറ്റുള്ളവർ തന്നെ അംഗീകരിക്കുന്നത്, തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്, അത് ഏത് മനുഷ്യൻ്റെ ഉള്ളിലും ഉള്ള ഒരു ദാഹമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് കാണാൻ സാധിക്കും. അത് ദൈവത്തിനറിയാം. ദൈവത്തിന് ഇത് വളരെ വ്യക്തമായിട്ടറിയാം. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ഇതാണ്: മറ്റുള്ളവർ തന്നെ ഒന്ന് അംഗീകരിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ദൈവത്തിനിത് അറിയാവുന്നത് കൊണ്ട് തൻ്റെ പുത്രനായ ഈശോയെ പിതാവായ ദൈവം എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. നമ്മൾ കാണുന്നുണ്ട്, ജ്ഞാനസ്നാന സമയത്ത് ജോർദാൻ നദിയുടെ മുമ്പിൽ ആ നദിയിലിറങ്ങി ആ ജ്ഞാനസ്നാനം കഴിഞ്ഞ് ഈശോ വരുമ്പോൾ പിതാവായ ദൈവം സ്വർഗം തുറന്ന് സംസാരിക്കുകയാണ്: ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ താബോർ മലയിൽ രൂപാന്തരീകരണ സമയത്തും പിതാവായ ദൈവം ഈശോയെ നോക്കി പ്രോത്സാഹനത്തിൻ്റെ വാക്ക് പറയുന്നുണ്ട്: ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. ദൈവത്തിനറിയാം ഓരോ മനുഷ്യനും പ്രോത്സാഹനം ആഗ്രഹിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, നമ്മൾ തിരുവചനത്തിലേക്ക് ഒന്ന് വരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി ഉദാഹരണങ്ങൾ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആ വിശ്വാസികളെയും വിശ്വാസ സമൂഹത്തെയും. അപ്പോസ്തല പ്രവർത്തനത്തിൽ 4-ാം അധ്യായം 36 മുതൽ ഉള്ള തിരുവചനങ്ങളിൽ ഒരു ബർണബാസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നുണ്ട്. ഈ ബർണബാസ് ഈ ആശ്വാസപുത്രൻ എന്നാണ് പറയുക. ആശ്വാസപുത്രൻ എന്നാണ് ഈ ബർണബാസിനെ വിളിച്ചിരുന്നത് തന്നെ. കാരണം എന്താണ്? മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. നമ്മൾ പറയുന്ന ഓരോ പ്രോത്സാഹന വാക്കുകളും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരെ വളർത്തുന്നുണ്ട്. ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ ഈ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കുറഞ്ഞു വരികയാണ്. ഞങ്ങളുടെ ആശ്രമങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഫീസ്റ്റ് ഉണ്ടാകുമ്പോൾ, അച്ഛന്മാരുടെ ജന്മദിനമോ അല്ലെങ്കിൽ അവരുടെ ഓർഡിനേഷൻ ഡേയോ ഒക്കെ വരുമ്പോൾ അടുത്തുള്ള മറ്റ് വൈദികരെയൊക്കെ വിളിച്ച് ഒരു ഭക്ഷണം ക്രമീകരിക്കും. അപ്പോൾ ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന പാചകക്കാരൻ വളരെ നന്നായിട്ട് മനോഹരമായിട്ട് ഭക്ഷണം പാചകം ചെയ്യും. ഒരിക്കൽ ഞങ്ങളുടെ ആശ്രമത്തിലെ ആ പാചകക്കാരൻ, കാരണം ഒത്തിരി വൈദികരെ ആ ഒരു കൂട്ടായ്മയിൽ ക്ഷണിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയെ കൂടെ അന്നത്തെ ആ ജോലിയൊക്കെ സഹായിക്കാനായിട്ട് അദ്ദേഹം വിളിച്ചു. അങ്ങനെ വളരെ ആഘോഷമായിട്ട് ഭക്ഷണമൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുകയാണ്. ഈ ആശ്രമത്തിലെ ഈ കുക്കും അദ്ദേഹത്തിൻ്റെ സഹോദരിയും എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ പൊതുവെ നന്ദി പറയാറുണ്ട്. അപ്പോൾ നന്ദി പറയുന്ന കൂട്ടത്തിൽ അന്നും പതിവ് പോലെ നന്ദി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അന്ന് സഹായിക്കാൻ വന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയെയും നന്ദി പറഞ്ഞ വൈദികൻ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞു: വളരെ മനോഹരമായ ഭക്ഷണമായിരുന്നു, വളരെ രുചികരമായിരുന്നു, നല്ല തൃപ്തിയും സന്തോഷവും നൽകിയ ഒരു ഭക്ഷണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകൊണ്ടിരുന്ന ഈ സഹോദരി പെട്ടെന്ന് ഇത് ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് അതിനുശേഷം ഞങ്ങളോട് വെറുതെ ഒന്ന് സംസാരിച്ചപ്പോൾ പറയുകയാണ്: അച്ഛാ, എൻ്റെ കഴിഞ്ഞ 22 വർഷം ഞാൻ എൻ്റെ ഭർത്താവിനും മക്കൾക്കുമൊക്കെ ഒത്തിരി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നും ജോലി ചെയ്യുന്നുണ്ട്. ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നു, വസ്ത്രം അലക്കി കൊടുക്കുന്നു, തേച്ചു കൊടുക്കുന്നു, ഓരോ കാര്യങ്ങൾ, വീട്ടിലെ ഓരോ കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യതയോടെ ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇന്നേ വരെ ഇവരാരും എന്നോടൊരു നന്ദിയുടെ വാക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ ഈ ഒരു ദിവസം ഇവിടെ വന്ന് ഈ എൻ്റെ സഹോദരനോട് ചേർന്ന് നിങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ നന്ദിയുടെ വാക്ക് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു ആനന്ദം. ഞാൻ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്ക് ഒരു സന്തോഷം കൊടുക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് എനിക്ക് ലഭിച്ചു. പ്രിയമുള്ളവരെ, ഈ സഹോദരി പറഞ്ഞതിൽ വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മളതൊക്കെ സ്വീകരിക്കുന്നവരാണ്. ഈ സ്വീകരിക്കുന്നതോടൊപ്പം നൽകിയവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് മനുഷ്യബന്ധങ്ങൾ അനുഗ്രഹമായിട്ട് മാറുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം പോലും അനുഗ്രഹമായിട്ട് മാറുന്നത് പ്രോത്സാഹനം കൊടുക്കുമ്പോഴാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലാണ്. ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള വ്യക്തിക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഈ ബർന്നബാസിനെ കുറിച്ച് പറയുന്നത് ഇതാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 11-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ ഈ ബർന്നബാസിനെ കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: കാരണം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്നും വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെന്നും മറ്റുള്ളവരെ അറിയണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ നന്മ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. ചെറിയ കാര്യങ്ങൾ പോലും, ഏതെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുമ്പോൾ പോലും അവരെ ഒന്ന് അഭിനന്ദിക്കുമ്പോൾ, പ്രോത്സാഹിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നതാണ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പറഞ്ഞു ഈ ആശ്വാസദായകനായ ഈ ബർന്നബാസിനെ കുറിച്ച്. ബർന്നബാസ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. ബർന്നബാസിൻ്റെ ഈ പ്രോത്സാഹനമാണ് സാവൂളിനെ പൗലോസിൻ്റെ തലത്തിലേക്ക് ഉയർത്തിയതിൻ്റെ ഒരു കാരണം കൂടിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ സാവൂൾ പൗലോസായിട്ട് മാറി. നമുക്കറിയാം, ഉദ്ധിതനായ ഈശോയെ ദമാസ്കസിൻ്റെ താഴ്വരയുടെ ആ ഇടനാഴിയിൽ ഉദ്ധിതനായ ഈശോയെ കണ്ടുമുട്ടുന്ന സാവൂള് പിന്നെ പൗലോസായിട്ട് വരികയാണ്. പൗലോസായിട്ട് മാറിക്കഴിയുമ്പോൾ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിൽ ചേർന്ന് യേശുവിന് വേണ്ടി പ്രഘോഷിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി മരിക്കണമെന്നുള്ള തീഷ്ണതയോടെ വന്ന ഈ പൗലോസിൻ്റെ ആ ഹൃദയവിശുദ്ധി അപ്പോസ്തലന്മാർക്ക് ആദ്യം മനസ്സിലാകുന്നില്ല. വചനം പറയുകയാണ്, കാരണം ഈ ശിഷ്യന്മാരുടെ സംഘത്തിൽ ചേരുവാനായിട്ട് ഈ പരിശ്രമിക്കുകയാണ് പൗലോസ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 9-ാം അധ്യായം 26 മുതലുള്ള വചനങ്ങളിൽ ഈ സംഭവം കാണാൻ സാധിക്കും. പൗലോസ് വന്നിട്ട് അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിൽ ചേരാൻ ആഗ്രഹിക്കുമ്പോൾ അവരെല്ലാം ഭയപ്പെടുകയാണ്. കാരണം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനാണ്, ക്രിസ്ത്യാനികളെ കൊല്ലുവാനായിട്ട് നിലപാടുകളെടുത്ത വ്യക്തിയാണ്. ഇന്ന് മാനസാന്തരപ്പെട്ടിട്ട് വരികയാണ്. അവർക്ക് കൂട്ടായ്മയിൽ ചേർക്കാനായിട്ട് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഈ ബർന്നബാസാണ് ഈ പൗലോസിന് വേണ്ടി അപ്പോസ്തലന്മാരോട് സംസാരിച്ച് നല്ല വാക്ക് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലനെ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിലേക്ക് ചേർത്ത് നിർത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ മറ്റുള്ളവരിലെ നന്മ അത് പ്രോത്സാഹിപ്പിച്ച് മറ്റുള്ളവരെ വളർത്തുവാനായിട്ട് നല്ല നിലപാടുകൾ എടുക്കുന്നവരാകാനായിട്ട് ദൈവം ഈ ദിനത്തിൽ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ദൈവം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നിയമാവർത്തന പുസ്തകത്തിൽ 1-ാം അധ്യായം 38-ലും 3-ാം അധ്യായം 28-ലും ദൈവം ഈ മോശയോട് പറയുന്നുണ്ട്, മോശെ നീ ജോഷുവയെ ധൈര്യപ്പെടുത്തണം, അവനെ പ്രോത്സാഹിപ്പിക്കണം. മോശയിലൂടെ ദൈവം ജോഷുവയെ പ്രോത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് തിരുവചനങ്ങളിൽ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ദൈവത്തിന് വേണമെങ്കിൽ നേരിട്ട് ജോഷുവയെ പ്രോത്സാഹിപ്പിക്കാം, പക്ഷേ മനുഷ്യൻ്റെ സഹകരണം ആവശ്യപ്പെടുന്നത് കൊണ്ട് ദൈവം മോശയോട് ആവശ്യപ്പെടുകയാണ്, മോശെ നീ ഈ ജോഷുവയെ ധൈര്യപ്പെടുത്തണം, അവനെ പ്രോത്സാഹിപ്പിക്കണം. മോശയുടെ ഈ പ്രോത്സാഹനമാണ് ജോഷുവയെ ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് പ്രചോദിപ്പിച്ചത്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, വിഷമതകളിൽ നട്ടം തിരിയുന്ന മനുഷ്യൻ ഇന്ന് ദാഹിക്കുകയാണ് ആരുടെയെങ്കിലും വായിൽ നിന്ന്, നാവിൽ നിന്ന് ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്ക് കിട്ടുമോ എന്ന്. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാകാം, നമ്മുടെ കുടുംബങ്ങളിലെ ജീവിത പങ്കാളിയാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം. ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കൂടെയുള്ളവർ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നുവെങ്കിൽ. നമ്മളെല്ലാം കൊടുക്കും, പക്ഷേ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും പൊട്ടിച്ചിരികളുമൊക്കെ ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 12-ാം അധ്യായം 25-ൽ ഇപ്രകാരമാണ്: ഉത്കണ്ഠ ഒരുവൻ്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു, നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു.
പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെക്കുറിച്ച് നല്ല വാക്ക് പറയുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തിയിൽ ഒരു ഉത്തേജനം ലഭിക്കും, ഒരു ഉണർവ് ലഭിക്കും. ഒരു പടം വരയ്ക്കുന്ന കുട്ടിയാകാം, ഒരു കുഞ്ഞുകുട്ടി ചില പടങ്ങൾ കുത്തി വരയ്ക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് വളരെ നന്നായിരിക്കുന്നു, നല്ല കഴിവുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ വാക്ക് മതി ആ കുട്ടി ആ ഒരു ചിത്ര രചനയിൽ വളരുവാനായിട്ട്. കാരണം അവളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വരും, കൂടുതൽ വരയ്ക്കണം, കൂടുതൽ ഉയരണം. കാരണം പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ ഇന്ന് ലഭിക്കാത്തത് കൊണ്ട് പലരുടെയും കഴിവുകൾ, താലന്തുകൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എത്രയോ കഴിവും താലന്തുമുള്ളവരുണ്ട്. പക്ഷേ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ ലഭിക്കാത്തത് കൊണ്ട് ഈ താലന്തുകൾ, ദൈവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന താലന്തുകൾ ഇന്ന് പുറത്തേക്ക് വരാത്ത വിധം അടഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ വാക്കുകൾ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളാണ്. പ്രോത്സാഹിപ്പിക്കണം. മറ്റുള്ള എല്ലാ മനുഷ്യരിലും കഴിവുകളുണ്ട്, എല്ലാ മനുഷ്യരിലും വലിയ വലിയ സാധ്യതകളുണ്ട്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും വലിയ സാധ്യതകൾ വച്ചുകൊണ്ടാണ് ദൈവം ഈ ഭൂമിയിലേക്ക് അവനെ വിടുന്നത് തന്നെ. ഈ സാധ്യതകൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പുറത്തേക്ക് വരണമെങ്കിൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്, ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് സാധിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 24-ാം തിരുവചനം ഇപ്രകാരമാണ്: ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദമാണ്. നല്ല വാക്കുകൾ, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കൊടുക്കുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ പോലും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. തളർന്ന മനസ്സോടെ, തളർന്ന ശരീരത്തോടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് പ്രോത്സാഹനം നിറഞ്ഞ വാക്കുകൾ ആ വ്യക്തികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കേൾക്കുന്ന വ്യക്തിയിൽ ഒരു ഊർജം തനിയെ രൂപപ്പെടും, വളരെ ഉണർവുള്ളവരായിട്ട് മാറും. ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരെ നോക്കിയിട്ട്, അവരെ കണ്ടിട്ട് ഇതൊന്നും നമുക്ക് ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ അവരെ കൊല്ലുകയാണ്. കൂടെയുള്ളവരെ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളിൽ, ചുറ്റുപാടുകളിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ കണ്ടിട്ടും അത് അവരുടെ ദൗത്യമാണ്, അത് ഭാര്യ ആയതുകൊണ്ട് ആ ഭാര്യ അത് ചെയ്യണം, ഭർത്താവായതുകൊണ്ട് ഭർത്താവ് അത് ചെയ്യണം, മക്കളായതുകൊണ്ട് മക്കൾ അതൊക്കെ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളായതുകൊണ്ട് മാതാപിതാക്കൾ ഇതൊക്കെ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള തെറ്റായ മനോഭാവങ്ങൾ ഉള്ളിൽ വച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ്, നന്മ പ്രവൃത്തികളിൽ, അവരുടെ പ്രവൃത്തികളോട് നമുക്ക് പ്രോത്സാഹനം കൊടുത്ത് അവരെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയെയും വിലയുള്ളതായി കരുതി പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് കൂടുതൽ നമ്മളെ ഉണർത്തും. പരിശുദ്ധാത്മാവ് സന്തോഷിക്കും, സംപ്രീതനാകും. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് മറ്റുള്ളവരെ, കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 11-ാം അധ്യായം 25-ാം തിരുവചനം ഇപ്രകാരമാണ്: ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു മറ്റുള്ളവരുടെ പ്രോത്സാഹനം ലഭിക്കണമെന്നുള്ള ഒരു ദാഹമുണ്ട്. നീ അത് മറ്റുള്ളവർക്ക് കൊടുത്താൽ മറ്റുള്ളവർ നിനക്ക് തരും, നീ കൊടുക്കുന്നതേ നിനക്ക് കിട്ടും. നിൻ്റെ ഉള്ളിലെ ദാഹം ഈ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം, മറ്റുള്ളവരെ പ്രോത്സാഹനം നിറഞ്ഞ നല്ല വാക്കുകൾ എന്നോട് പറയണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുമുണ്ട്. പക്ഷേ അത് നമ്മൾ ആദ്യമേ മറ്റുള്ളവർക്ക് കൊടുത്താൽ നമുക്ക് 100 ഇരട്ടിയായിട്ട് അമർത്തി കുലുക്കി ദൈവം തരും. ഈ അടുത്ത കാലത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു വൈദികൻ അദ്ദേഹം പറയണം, അച്ഛൻ്റെ ടോക്ക് എൻ്റെ സഹോദരി കേൾക്കാറുണ്ട്. അതൊരു റിട്ടയറായിട്ടുള്ള പ്രൊഫസറാണ്, മലയാളം പ്രൊഫസർ, റിട്ടയറായിട്ടും ഷാലോമൊക്കെ പ്രോഗ്രാമൊക്കെ കാണുന്നുണ്ട്. ആ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ്റെ ടോക്കൊക്കെ വളരെ നന്നായിരിക്കുന്നുവെന്ന്. ഈ വൈദികൻ, എന്നേക്കാൾ സീനിയറായിട്ടുള്ള, എന്നെ പഠിപ്പിച്ചിട്ടുള്ള വൈദികൻ എന്നോട് ഇത് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വളരെ വല്ലാത്തൊരു ഊർജ്ജമായിരുന്നു, വല്ലാത്തൊരു സന്തോഷം. അപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പറഞ്ഞു, നന്നായിട്ട് ഇനി ഷാലോമിന് പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ അന്ന് പ്രാർത്ഥിക്കണം, ഒരുങ്ങണം, നന്നായിട്ട് ഒരുങ്ങി പ്രസംഗിക്കണം. കാരണം അല്പം കൂടെ ഒന്ന് നന്നായിട്ട് ഒരുങ്ങണം എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ, ഈ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ എൻ്റെ ഉള്ളിലേക്ക് നിറച്ചു. പക്ഷേ പലരും നമ്മുടെ ജീവിതത്തിൽ എന്താണ്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ വ്യക്തി നമ്മൾ കൊടുത്ത ആ പ്രോത്സാഹനത്തിൻ്റെ ഫലമായിട്ട് ആ മേഖലകളിൽ വളരാനായിട്ട് സാധ്യതയുണ്ട്, വളരും.
ഒരു അധ്വാനം ചെയ്യുന്ന കുടുംബത്തിൽ നല്ല പാചകം ചെയ്യുന്ന ജീവിത പങ്കാളി, ആ പങ്കാളിയെ നോക്കി കൂടെ കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു നോക്കിയേ, പാചകകലയിൽ എങ്ങനെ കൂടുതൽ വളരാമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. നന്നായിട്ട് ടേസ്റ്റ്, നന്നായിട്ട് രുചിയുള്ള ഭക്ഷണം എൻ്റെ ഭർത്താവിനും മക്കൾക്കും കൊടുക്കാമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എത്ര നേരം ജോലി ചെയ്താലും ഒരു ക്ഷീണം കാണില്ല. കാരണം അവർ സന്തോഷിക്കണം, അവർ നല്ല വാക്ക് പറയണം, ഈ ആഗ്രഹം ഉള്ളിലെപ്പോഴും ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുന്നത്. നിരന്തരമുള്ള കുറ്റപ്പെടുത്തലുകൾ വ്യക്തികളെ ഒരിക്കലും നന്മയിലേക്ക് നയിക്കില്ല. നിരന്തരമുള്ള കുറ്റപ്പെടുത്തലുകൾ കുടുംബത്തെ തകർക്കും. എന്നാൽ നിരന്തരമുള്ള അഭിനന്ദനവും പ്രോത്സാഹനവും കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഐക്യത്തിലും വിശ്വാസത്തിലും വ്യക്തികളെ വളർച്ചയിലേക്ക് നയിക്കും. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ കഴിവുകളില്ലാത്ത കുറവുകളുള്ള വ്യക്തിയായിരിക്കാം നിൻ്റെ കുടുംബത്തിലുള്ളത്. നീ അവരെ നോക്കി എപ്പോഴും പ്രോത്സാഹനം നിറഞ്ഞ വാക്കുകൾ പറയുകയാണെങ്കിൽ അവരറിയാതെ അവരുടെ വ്യക്തിത്വം പ്രകാശിച്ചുകൊണ്ടിരിക്കും, ശോഭിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം എഡിസൻ്റെ ജീവിതം. തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം പഠിക്കുവാനായിട്ടൊക്കെ വളരെ മണ്ടനായിരുന്നു. ചെറുപ്രായത്തിൽ പ്രൈമറി ക്ലാസ് വരെ അത് പൂർത്തീകരിക്കാൻ പോലും കഴിയാത്ത വിധം അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിയിലുള്ള ആ കുറവ് മറ്റുള്ളവർ കളിയാക്കുന്നുണ്ട്. പഠിക്കാനായിട്ട് മണ്ടനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ, പക്ഷേ അവൻ്റെ വീട്ടിലുള്ള അവൻ്റെ മാതാപിതാക്കൾ ഈ എഡിസനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. നീ പഠിക്കണം, നീ നന്നായിട്ട് പഠിക്കണം. അവൻ്റെ അമ്മ എപ്പോഴും എഡിസനെ പ്രോത്സാഹനം നിറഞ്ഞ വാക്കുകൾ കൊടുത്ത്, നിനക്ക് കഴിവുണ്ട്, നീ പഠിച്ചാൽ വളരെ ഉയർന്ന നിലയിൽ വളരെ വലിയ ആളാകാനായിട്ട് സാധിക്കും, വലിയൊരു ശാസ്ത്രജ്ഞനാകാനായിട്ട് സാധ്യതയുണ്ട് നിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ് എപ്പോഴും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പ്രിയമുള്ളവർ, ഈ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കേട്ട് എഡിസൺ യഥാർത്ഥത്തിൽ അവനെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ മണ്ടനെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ എഡിസൺ വലിയൊരു ശാസ്ത്രജ്ഞനായിട്ട് ഉയർന്നു. കാരണം ഈ ലോകത്തിൽ അത്രയും വലിയൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടുവാനായിട്ട് എഡിസനെ സഹായിച്ചത് ഈ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളാണ്. ഇന്ന് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് പലരും ഇന്ന് തണുത്ത് ഉറഞ്ഞ് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, മന്ദതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കിട്ടുമ്പോൾ ജ്വലിച്ച് പ്രവർത്തിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം തനിയെ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഏത് ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, ആധ്യാത്മിക രംഗത്താകാം, തൊഴിൽ മേഖലകളിലാകാം, കുടുംബ ബന്ധങ്ങളിലാകാം, സൗഹൃദ വലയങ്ങളിലൊക്കെ ആകാം. ഇവിടെയൊക്കെ നമ്മളുമായി ഇടപെടുന്ന വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കണം. എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടുമെന്ന് പറഞ്ഞതുപോലെ പ്രോത്സാഹനം കൊടുക്കുന്ന വ്യക്തിക്ക് കൂടുതൽ പ്രോത്സാഹനം ദൈവം വർഷിക്കും. കാരണം പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളാണ് കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹമാകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വ്യക്തിയിലും ഈ പ്രോത്സാഹനം 3 തലങ്ങളിലൂടെ രൂപപ്പെടുത്തി എടുക്കുമ്പോഴാണ് അനുഗ്രഹമായിട്ട് മാറുന്നത്. ഒന്നാമത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനമുണ്ട്. അത് നമ്മൾ അനുദിനം ദൈവവചനം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാൻ സാധിക്കും, അത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഓരോ വചനമെടുത്ത് നമ്മൾ വായിക്കുമ്പോൾ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് ബഹുമാനീയനാണ്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ പോകുന്ന വഴികളിലൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ പ്രോത്സാഹനം നിറയുന്ന വചനങ്ങളുണ്ട്, പ്രോത്സാഹനം നിറഞ്ഞ വാക്കുകളുണ്ട്. അത് നമ്മൾ ഓരോ ദിവസവും വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ അഭിഷേകം നിറയും, പ്രോത്സാഹനത്തിൻ്റെ ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിറയും. രണ്ടാമത്, നമുക്ക് പ്രോത്സാഹനം ലഭിക്കേണ്ടത് ചുറ്റുപാടുകളുള്ളവരിൽ നിന്നാണ്. നമ്മളും അത് ചെയ്യണം. മറ്റുള്ളവരെ വാക്കുകൊണ്ട്, ഒരു സ്പർശനം കൊണ്ട് ഒക്കെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കാനായിട്ട് സാധിക്കണം. ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമായിട്ട് ഒന്ന് നമ്മൾ ഇടപെടുമ്പോൾ ഒരു നല്ല പ്രോത്സാഹനത്തിൻ്റെ ഒരു കാർഡോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ ഒരു സ്പർശനം, കാരണം മനുഷ്യൻ്റെ സ്പർശനത്തിന് വലിയ ശക്തിയുണ്ട്. പ്രോത്സാഹനം നിറഞ്ഞ വാക്കോടുകൂടി ഒന്ന് ഒരാളെ തൊടുമ്പോൾ, സ്പർശിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം കൂടുതൽ പ്രകാശിക്കും. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. മൂന്നാമത് നമ്മളിൽ നിന്ന് തന്നെ നമുക്കൊരു പ്രോത്സാഹനം കിട്ടണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരും നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയണം. നമ്മുടെ ചിന്തകളിലൂടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം വളർച്ചയിലേക്ക് കടന്നു വരുന്നത്. ഇത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക, നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്ക്. അത് നമുക്ക് തന്നെ കൊടുക്കാൻ കഴിയണം നമ്മുടെ സെൽഫിനോട്. നിനക്ക് കഴിവുണ്ട്, പൗലോസ്ലീഹ പറയുന്നില്ലേ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, ഭയപ്പെടേണ്ട. ഇങ്ങനെയുള്ള പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ നമ്മളോട് തന്നെ പറഞ്ഞ്
നമ്മളെ ബലപ്പെടുത്താനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 12 പറയുന്നുണ്ട്, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. നമുക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയണം. ഏത് ശുശ്രൂഷ ചെയ്യുന്ന, ഒരു ചെറിയ ശുശ്രൂഷയാകാം, ഒരുപക്ഷെ മറ്റുള്ളവരാരും കാണാത്ത ചെറിയൊരു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ആ വ്യക്തിയെ കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തി ആ ഉത്തരവാദിത്വം വളരെ കൂടുതൽ വിലയുള്ളതായി കരുതി അത് നന്നായിട്ട് ചെയ്യും. പ്രോത്സാഹനം കുറയുന്നത് കൊണ്ട് ചെയ്യുന്ന ആ ജോലികളോട് ഒരു മരവിപ്പ്, ഒരു മന്ദത ഇന്ന് വ്യക്തികളിൽ കയറിക്കൂടുന്നുണ്ട്. ഏത് പ്രവൃത്തിയായിക്കൊള്ളട്ടെ, അവരെ നമുക്ക് വളർത്തുവാനായിട്ട് കഴിയണം. അപ്പോൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് മഹത്വപ്പെടുത്തുന്നത് കൂടി എന്ന് തിരിച്ചറിയണം. കാരണം ഇതിലൂടെയുള്ള ആത്മീയ ശക്തി, സന്തോഷം നമ്മളിൽ ഒഴുകി ഇറങ്ങുവാനായിട്ട് കാരണമാകും. മറ്റുള്ളവരെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെയാണ്. ഈശോ തന്നെ പറയുന്നില്ല, ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പരോപകാര പ്രവൃത്തികളൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യും. ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കും, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കും, അതുപോലെ നഗ്നനെ നമ്മൾ ഉടുപ്പിക്കും, അതുപോലെ കാരാഗൃഹത്തിലും അതുപോലെ ആശുപത്രികളിലും കഴിയുന്നവരെയൊക്കെ സന്ദർശിക്കും. പക്ഷേ നമ്മൾ ഈ മേഖലകളിലൊക്കെ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കൂടി കൊടുക്കാൻ കഴിയണം. നമ്മുടെ അധരങ്ങളിലൂടെ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കൂടെ ഈ കരുണയുടെ വർഷത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ വളർത്താനും അനുഗ്രഹിക്കുവാനും ശക്തിപ്പെടുത്തുവാനും സാധിക്കും. അപ്പോൾ തിരുവചനങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പ്രോത്സാഹനം സ്വന്തം കഴിവുകളെ തിരിച്ചറിയുവാനും അതിൽ വളരുവാനും വ്യക്തിയെ സഹായിക്കുന്നുണ്ട്. പലർക്കും അവരുടെ തന്നെ കഴിവുകൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ഇന്ന് വളരെ ഒരു തകർച്ചയ്ക്ക് കാരണമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ഒരു വ്യക്തിയുടെ കഴിവിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഒരു ചെറിയൊരു കഴിവ് നമ്മൾ കാണുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് അതിൽ വളരുവാനായിട്ട് നിലപാടുകളെടുക്കും, ത്യാഗം സഹിച്ച് അതിന് പ്രയത്നം കൊടുക്കും. അതല്ലെങ്കിൽ അഭിനന്ദനത്തിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ ഇല്ലാതെ പോകുമ്പോൾ വ്യക്തികൾക്ക് അസ്വസ്ഥതയുണ്ടാകും. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ മക്കളൊക്കെ എന്താണ്, ചില അവസരങ്ങളിൽ ഈ മാതാപിതാക്കൾക്ക് വിഷമത്തിൻ്റെ കണ്ണുനീര് കൊടുക്കാറുണ്ട്. കാരണം എന്താ, മാതാപിതാക്കൾ പറയും, അച്ഛാ എല്ലാം കൊടുത്തു, അവൻ ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്നുണ്ട്, ഈ ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, എല്ലാം എന്തൊക്കെ ചോദിച്ചാലും ഞങ്ങൾ ഒത്തിരിയേറെ അവന് കൊടുക്കുന്നുണ്ട്, വസ്തുക്കളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മാതാപിതാക്കൾ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ ഈ മക്കൾക്ക് കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് മക്കളുടെയൊക്കെ വ്യക്തിത്വത്തിൽ, മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ ഒരു അകൽച്ച വരുന്നത് കാണാൻ സാധിക്കും. കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടണം. കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ ലഭിക്കാതെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ പുറമേ നിന്ന് ആരുടെയെങ്കിലും വാക്കുകൾ കേൾക്കുമ്പോൾ ആ വ്യക്തി അവിടെ ചരിയും, അങ്ങോട്ട് ചായാനായിട്ടുള്ളൊരു സാധ്യത വരും. ഇന്ന് നമ്മുടെയൊക്കെ യുവാക്കൾക്ക് മാതാപിതാക്കളുമായുള്ളൊരു ബന്ധത്തിലെ ദൃഢത കുറയാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? മാതാപിതാക്കളിൽ നിന്നും ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്ക് മക്കൾക്ക് കിട്ടുന്നില്ല. കൂടെയുള്ള കൂട്ടുകാരിൽ നിന്നും കൂട്ടുകാരിയിൽ നിന്നുമൊക്കെ വളരെ ബൂസ്റ്റ് ചെയ്യുന്ന നല്ല വർത്തമാനങ്ങൾ, കൊള്ളാം, നീ നല്ല സ്മാർട്ടാണ്, നിനക്ക് നല്ല കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂടെയുള്ളവരിങ്ങനെ ബൂസ്റ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് എന്താണ്, നമ്മുടെയൊക്കെ മക്കൾക്ക് അവരുടെ കൂടെ ആയിരിക്കാനാണ് കൂടുതൽ താല്പര്യം. വീട്ടിൽ വന്നാൽ എന്താ, എപ്പോഴും കുറ്റപ്പെടുത്തൽ, എപ്പോഴും പരാതി, നിൻ്റെ കുറവുകൾ മാത്രം ഇങ്ങനെ മാതാപിതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രിയമുള്ളവരെ ബന്ധങ്ങൾ അനുഗ്രഹമാവുകയില്ല. അതുകൊണ്ട് അഭിനന്ദിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമ്മൾ കൂടുതൽ സമയമെടുക്കണം. ശാസനകളും തിരുത്തലുകളുമൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോ ദിവസവും കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹനത്തിലൂടെ കുറവുകളെയും കുറ്റങ്ങളെയും ഇല്ലാതാക്കാനാവുമെന്ന് അനേകം സംഭവങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറവുകളും കുറ്റങ്ങളും ഉള്ള വ്യക്തിയാകാം, പക്ഷെ ആ വ്യക്തിയെ നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ഒന്ന് പ്രോത്സാഹിപ്പിച്ച അവനിലെ കഴിവുകളെക്കുറിച്ചും അവൻ്റെ ആ സാധ്യതകളെയൊക്കെ കുറിച്ചും പറഞ്ഞ് അവനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് നോക്കിയേ, അവൻ്റെ കുറവുകളും കുറ്റങ്ങളൊക്കെ അവൻ ഉപേക്ഷിച്ച് നന്മയിൽ വളരുവാനായിട്ട് അവൻ നിലപാടുകളെടുക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് നഥാനിയേൽ യഥാർത്ഥത്തിൽ നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് പറഞ്ഞ് ഈശോയുടെ ആ മഹത്വത്തെ ഒന്ന് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ച വ്യക്തിയാണ്. പീലിപ്പോസ്
ഈശോയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നഥാനിയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? നസ്രത്തിൽ നിന്നുള്ള ഈശോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഈ ഫിലിപ്പോസ് ചെന്ന് നഥാനിയേലോട് പറഞ്ഞപ്പോൾ നഥാനിയേൽ എടുത്തടിച്ച ഒരു വാക്യം എന്താണ്? നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? പക്ഷെ അത് ഈശോ കേൾക്കുന്നുണ്ട്, ഈശോ അറിയുന്നുണ്ട്. കാരണം നമ്മൾ പറയുന്ന എല്ലാ ചിന്തകളും എല്ലാ മനോഭാവങ്ങളും ഈശോയ്ക്ക് അറിയാൻ കാണാം. അകലെ നിൽക്കുന്ന ഈശോ നഥാനിയേലിൻ്റെ ഈ പ്രതികരണത്തെ ഈശോ അറിയുന്നുണ്ട്. പക്ഷേ ഫിലിപ്പോസ് നഥാനിയേലിനോട് പറഞ്ഞു, നീ വന്ന് കാണുക. നഥാനിയേലിനെ ഈശോയുടെ അരികിലേക്ക് ഫിലിപ്പോസ് കൊണ്ടുവരുമ്പോൾ നഥാനിയേലിനെ നോക്കിയിട്ട് ഈശോ ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്ക് കൊടുക്കുക. ഇതാ കാപഢ്യമില്ലാത്ത മനുഷ്യൻ, നിഷ്കപടനായ മനുഷ്യൻ. പെട്ടെന്ന് കാപഢ്യമില്ലാത്ത മനുഷ്യനെന്ന് തന്നെക്കുറിച്ച് ഈശോ പറഞ്ഞപ്പോൾ നഥാനിയേലിൻ്റെ ഭാവനകൾ, ചിന്തകളെല്ലാം മാറുകയാണ്. അവൻ്റെ ഉള്ളിൽ തന്നെ ഒരു നന്മ വരികയാണ്. നഥാനിയേൽ ഉടനെ പ്രതികരിക്കുന്നത് എന്താണ്? ഇസ്രായേലിൻ്റെ റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. അല്പനേരം മുമ്പ് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് കുറ്റപ്പെടുത്തി സംസാരിച്ച നഥാനിയേൽ, ഈശോ നഥാനിയേലിനെ നോക്കി ഇതാ കാപഢ്യമില്ലാത്ത മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വാക്ക്, പ്രോത്സാഹനത്തിൻ്റെ വാക്ക് നഥാനിയേലിൻ്റെ ഉള്ളിൽ വന്നു നിറഞ്ഞപ്പോൾ നഥാനിയേൽ ഉടനെ അവൻ്റെ സ്വഭാവത്തിലും ചിന്തകളിലും മാറ്റം വരികയാണ്. അവൻ ഉടനെ പറയുകയാണ്, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. പ്രിയമുള്ളവരെ, നന്മയുടെ വാക്കുകൾ കൊടുത്താൽ മറ്റുള്ളവരും നമ്മെ നോക്കി നന്മ പറയുവാൻ തക്കവിധം വ്യക്തിത്വമുള്ളവരാകും. നന്മയുടെ വാക്കുകൾ കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കുറവുകൾ നമുക്ക് മാറ്റിയെടുത്ത് അവരെയും സമൂഹത്തിൻ്റെ നല്ല മുൻനിരകളിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ഈ ദിനത്തിൽ നല്ലൊരു തീരുമാനം നമുക്കെടുക്കാം. ഓരോ ദിവസവും നമ്മൾ പല കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവരാണ്. ഓരോ ദിവസവും നമ്മളോട് തന്നെ ചോദിക്കണം, ഈ ദിനത്തിൽ ഞാൻ കണ്ടുമുട്ടിയ വ്യക്തികളിൽ എത്ര പേരെ എനിക്ക് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഇന്നേ ദിവസം ഞാൻ കണ്ടുമുട്ടിയ എൻ്റെ വ്യക്തിബന്ധങ്ങളിൽ ഞാൻ എത്ര പേരോട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ദിനത്തിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, മറ്റുള്ളവരിലെ സാധ്യതകളും നന്മകളും കണ്ട് പ്രോത്സാഹിപ്പിക്കുവാനായിട്ടുള്ള ഒരഭിഷേകം തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഒരഭിഷേകമാണ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജീവിതശൈലി. കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ തിരുവചനത്തിലൂടെ ഞങ്ങളൊരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കി. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കുവാനും കഴിയുമ്പോഴാണ് വ്യക്തിബന്ധങ്ങൾ അനുഗ്രഹമായിട്ട് മാറുന്നത്. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷവും സമാധാനവും ഐക്യവും കടന്നു വരുന്നത് പരസ്പരം പ്രോത്സാഹിപ്പിക്കുമ്പോഴാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്നു മുതൽ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന വ്യക്തിബന്ധങ്ങളിൽ മറ്റുള്ളവരുടെ നന്മകളും സാധ്യതകളും കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ വളർത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.